സക്കുബായി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേയുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, यशवंत खाक, सकुबाई और दोनों की बेटी जो है साइली, तीनों बहुत खुशी से आराम से जीवन बिता रहे हैं और कुछ मुसीबतें आई थी उनकी ज़िंदगी में, वो तो अब सुधर गया है. अब उनकी ज़िंदगी अच्छी तरह फली फांदी चल रही है. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഒരു നല്ല രീതിയിലൊക്കെ ഭാര്യയും ഭർത്താവും മകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയം. ബാക്കി നോക്കാം. एक दिन गांव से खबर आई कि मेरे बाबा बहुत सीरियस है. यशवंत मेरे को और साइली को लेकर गांव पहुंचा. बाबा चुपचाप आंगन में लेटे थे, देखते भी नहीं थे. मैंने कहा, बाबा साइली पाँव पड़ती है. तब आंख खोलकर थोड़ा देखा. घर में वासंती कहीं दिखाई नहीं दे रही थी. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, एक दिन गांव से खबर आई, ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നൊരു ന്യൂസ് വന്നു, ഖബർ വാർത്ത വന്നു, कि मेरे बाबा बहुत സീരിയസ്. അപ്പോൾ ഇവർ മുംബൈയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നൊരു വാർത്ത വന്നു, അച്ഛൻ വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. അപ്പം നാട്ടിലുള്ളത് ആരൊക്കെയാണ്? അച്ഛനുണ്ട്, അതുപോലെ വാസന്തി ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്, അച്ഛന് സുഖമില്ല. യശ്വന്ത് മേരേക്കോ और साइली को लेकर, അപ്പോൾ കുറച്ച് മുന്നേ തന്നെ അമ്മയും ഒക്കെ ഗ്രാമത്തിലേക്ക് തിരികെ പോയിരുന്നു എന്ന് പറഞ്ഞു. അച്ഛന് തീരെ വയ്യാതായപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഇപ്പോൾ നാട്ടിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. സക്കുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അമ്മ നാട്ടിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മയും നാട്ടിലാണ്. ആ സമയത്ത് ഒരു വാർത്ത വരികയാണ്, ഗ്രാമത്തിൽ അച്ഛന് തീരെ സുഖമില്ല, സീരിയസ് ആണ്. യശ്വന്ത് മേരേക്കോ और साइली को लेकर गाँव पहुंचा. അങ്ങനെ ഭർത്താവ്, സക്കുബായിയുടെ ഭർത്താവ് യശ്വന്ത് സക്കൂനെയും അതുപോലെ മകൾ സായിലിയെയും കൂട്ടി ഗ്രാമത്തിലേക്ക് വന്നു. ബാബ ചുപ്ചാപ്പ് ആംഗൻമേൽ ലേട്ടേ थे. അച്ഛൻ ഒന്നും മിണ്ടാതെ ആംഗൻമേൽ ലേട്ടേ थे, മുറ്റത്ത് ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ആംഗൻമേൽ ലേട്ടേ ഹെ, പുറത്ത് ഉറങ്ങുന്നതായിട്ട് കണ്ടു. देखते भी नहीं थे, പുറത്ത് കിടക്കുകയാണ് അദ്ദേഹം. ഞങ്ങളെ ഒന്നും നോക്കുന്നു പോലുമില്ല, ഉറങ്ങുകയല്ല, വെറുതെ കിടക്കുകയാണ്, ഞങ്ങളെ ഒന്നും നോക്കുന്നു പോലുമില്ല. देखते भी नहीं थे. मैंने कहा, बाबा साइली പാവപ്പെട്ടി ഹേ. അപ്പോൾ പെൺകുട്ടി, കൊച്ചുമകള്, അതായത് സക്കുവിൻ്റെ മോള് സായിലി ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് സക്കു പറഞ്ഞു, അച്ഛാ നോക്ക്, ദാ സായിലി കാല് പ്രണമിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. തബ് ആങ്ക് ഖോൽക്കർ തോടാതേക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ മാത്രം ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് നോക്കി. ഘർമേം വാസന്തി കഹീ ദിഖായി നഹീ ദേ രഹി ഥി. വീട്ടിലെവിടെയും വാസന്തിയെ കാണാനില്ലായിരുന്നു. അപ്പോൾ അനിയത്തി പണ്ട് മുതലേ ആ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ വാസന്തി എവിടെയെങ്കിലും കാണുന്നുമില്ല. मैंने माँ से पूछा तो इशारे से चुप रहने को कहा. ഞാൻ അമ്മയോട് ചോദിച്ചു വാസന്തി എവിടെയെന്ന്. അപ്പോൾ അമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല, പകരം ഇഷാരേസ് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ചുപ് രഹോ, മിണ്ടല്ലേ എന്നിങ്ങനെ ആംഗ്യത്തിലൂടെ മിണ്ടല്ലേ എന്ന് കാണിച്ചു. ബാദ് മേ ധീരെ സെ റസോയി മേ ലേ ജാക്കർ ബതായ. എന്നിട്ട് അപ്പോൾ വാസന്തിയുടെ കാര്യം മിണ്ടിയില്ലെങ്കിലും പിന്നെ എന്നെ പതുക്കെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി. റസോയിമേ ലേ ജാക്കർ, അടുക്കളയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് മുझे बताया, എന്നോട് പറഞ്ഞു, कि വാസന്തി അഹമ്മദ് റിക്ഷേ വാലേക്ക് സാത്ത് ഭാഗ് ഗയി ഹെ. അപ്പോൾ വാസന്തിയെക്കുറിച്ച് അവർക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആണല്ലോ സക്കുവിൻ്റെ കല്യാണവും ഒക്കെ പെട്ടെന്ന് ധൃതി പിടിച്ചൊക്കെ നടത്തിയതും. എന്തിനാണ് വാസന്തിക്ക് അവിടെ ഒരു അഹമ്മദ് എന്നു പേരുള്ള ഒരു റിക്ഷക്കാരനുമായിട്ട് അഫെയർ ഉണ്ട്. അപ്പോൾ അത് പ്രശ്നമാകുന്നതിന് മുന്നേ അവളുടെ വിവാഹം നടത്തണം, അതിന് മൂത്ത കുട്ടിയായ സക്കുവിൻ്റെ കല്യാണം ആദ്യം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സക്കുവിനെ പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ കഴിപ്പിച്ചത്. എന്നിട്ട് വാസന്തിയുടെ കല്യാണം കഴിപ്പിക്കേണ്ട സമയമൊക്കെ ആയപ്പോഴേക്കും, വാസന്തിയുടെ കല്യാണത്തിൻ്റെയൊക്കെ സമയമൊക്കെ ആവണ സമയമായപ്പോഴേക്കും അവൾ എന്ത് ചെയ്തു, ഓ അഹമ്മദ് കേസാത്ത് ഓ ഭാഗി, അയാളുടെ കൂടെ തന്നെ ഓടിപ്പോയി. റിക്ഷാവാലാഹെ അഹമ്മദ്. ലേക്കിൻ ബാബാക്കോ ഈ ബാത് ബതാനെ കെ ലിയെ മനാ കിയ. അപ്പോൾ സക്കുവിനോട് കാര്യം പറഞ്ഞെങ്കിലും അമ്മ അച്ഛനോട് പോയിട്ട് ഇത് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഈ കാര്യം അവർ അറിയിച്ചിട്ടില്ല. നഹി തോ ഉൻകി തബിയത്ത് ഓർ ബിഗഡ് ജായകി. അച്ഛൻ ഇത് അറിഞ്ഞാൽ അച്ഛൻ്റെ ആരോഗ്യം പിന്നെയും മോശമാകും, തബിയത്ത് ഹെൽത്ത് വീണ്ടും മോശമാകും. അതുകൊണ്ട് അച്ഛനെ അറിയിക്കാതെ വെച്ചിരിക്കുകയാണ്. യശ്വന്തിനെ കഹാ कि सुबह बाबा को लेकर बम्बई जाएंगे. അപ്പോൾ യശ്വന്ത് പറഞ്ഞു, അച്ഛനെയും കൊണ്ട് രാവിലെ നമുക്ക് മുംബൈയിലേക്ക് പോകണം. और वहाँ किसी बड़े हॉस्पिटल में दिखाएंगे. അച്ഛൻ അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കണം എന്ന് യശ്വന്ത് പറഞ്ഞു. लेकिन सुबह जब तैयारी शुरू हुई तो माँ ने देखा कि बाबा चुपचाप लेटे हैं. എന്നിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ജാനയ്ക്ക് തയ്യാറിയാ ഹോ രഹി ഥി. ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാനെ ദേഖ, അമ്മ കണ്ട് എന്താണ്, कि बाबा चुपचाप लेटे हैं. അച്ഛൻ ഒന്നും മിണ്ടാതെ കിടക്കുന്നതാണ്
കണ്ടത്. ബാബ ചുപ്ചാപ്പ് ലേട്ടെ ഹെ, അച്ഛൻ മിണ്ടാതെ കിടക്കുന്നു. ഹിൽത്തെ ഡുൽത്തെ ഭി നഹി, അച്ഛൻ അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല. ബാബ ഹിൽത്തെ ഡുൽത്തെ ഭി നഹി ഥേ, അച്ഛൻ അനങ്ങുന്നു പോലും ഇല്ലാതെ മിണ്ടാതെ കിടക്കുന്നതാണ് അമ്മ കണ്ടത്. മാനെ മുझे ബുലായ, അമ്മ എന്നെ വിളിച്ചു. മാനെ മുझे ബുലായ, അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് മാ ബോലി, അമ്മ പറഞ്ഞു, ഏ തുകാറാം തുകാറാം, ഏ സഖ്യ ദേഖ് തേരാ ബാബ കുച്ച് ബോൾത്താ ഹി നഹി. ഇപ്പോൾ തുകാറാം ജാംഡെ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ തുകാറാം എന്ന് വിളിക്കുന്നു അമ്മ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം കണ്ണു തുറക്കുന്നില്ല. എന്നിട്ട് സക്കിയ എന്ന് പറഞ്ഞ് സക്കിയായെ വിളിക്കുന്നു, സക്കുബായിയെ വിളിക്കുന്നു. സക്കുബായിയാണ് ഈ സക്കിയ എന്ന് വിളിക്കുന്നത്. സക്കു നോക്കൂ, തേരാ ബാബ കുച്ച് ബോൽത്താ നഹി, നോക്കൂ സക്കു നിന്റെ അച്ഛൻ ദാ ഒന്നും മിണ്ടുന്നില്ല എന്ന് അമ്മ ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു. ഏ തേരാ ബാബ കുച്ച് ബോൽത്താ നഹി ഹെ. मैंने पास जाकर देखा, ഞാൻ അടുത്ത് നിന്ന് നോക്കി. ബാബാ ബാബാ മേരാ ബാബ ജാ ചുക്കാ ഥാ. അച്ഛാ അച്ഛാ എന്ന് ഞാൻ കുറേ വിളിച്ചു. ലേക്കിൻ മേരാ ബാബ ജാ ചുക്കാ ഥാ, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. സാരാ ജീവൻ ദുഃഖ് ഉടാത്തെ ഉടാത്തെ അബ് ശരീറിനെ ധക്ക് കർ സാത്ത് ചോട് ദിയാ ഥാ. ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങൾ അങ്ങനെ സഹിച്ച് സഹിച്ച് അവസാനം ആ ശരീരം ക്ഷീണിച്ച് ആ ആത്മാവ് ആ ശരീരം വിട്ട് പോയിരുന്നു. ശരീരനെ ധക്ക് കർ സാത്ത് ചോട് ദിയ, ആ ശരീരം വിട്ട് ആ ആത്മാവ് പോയി കഴിഞ്ഞിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. 3 दिन तक हम लोग बहुत रोए पीटे. 3 ദിവസത്തോളം ഞങ്ങൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു, ഒരുപാട് रोए, ഒരുപാട് കരഞ്ഞു. फिर क्योंकि आई गांव में अकेली रह जाती, इसलिए मैं और यशवंत आई को लेकर बम्बई आ गई. പിന്നെ അമ്മ ഗ്രാമത്തിൽ ഒറ്റയ്ക്കായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അച്ഛനും ഇല്ല വാസന്തിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, യശ്വന്തും ഞാനും കൂടി അമ്മയും കൂടെ കൂട്ടിയാണ് മുംബൈയിലേക്ക് തിരിച്ച് പോയത്. കുച്ചിത്തിനായി ഹമാരെ സാത്ത് ഘോലി മേ രഹി. കുറച്ച് നാൾ അമ്മ എന്ത് ചെയ്തു, ഞങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുടെ ആ ഒറ്റ മുറി വീട്ടിൽ കഴിഞ്ഞു. ഫിർ അലഗ് ഘോലി ലേലി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മുറി എടുത്തു. നിതിൻ ആയിക്ക് സാത്ത് റഹനേലക. അപ്പം നിതിനും കൂടി വന്നപ്പോൾ അമ്മയും നിതിനും കൂടി മറ്റൊരു ഒറ്റമുറി വീടെടുത്ത് അവർ അങ്ങോട്ട് താമസം മാറി. ഞാനും ഭർത്താവും സായിലിയും കൂടി മറ്റൊരു ഒറ്റമുറി വീട്ടിലും താമസം തുടങ്ങി. ആയി ഫിർസെ കാം കർണേലേക്കി. ആയി തിരിച്ചു വന്നു. അച്ഛനെ നോക്കാൻ വേണ്ടിയായിരുന്നല്ലോ അമ്മ ഗ്രാമത്തിലേക്ക് പോയത്. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ആയി വെറുതെ നിൽക്കണ്ടല്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും കാം കർണേലേക്കി, വീട്ടുജോലിക്ക് പോയി തുടങ്ങി അമ്മ. ലക്ഷ്മിബായി തുകാറാം ജാംഡെ ഫിർ സേ കാം പർ ലഗ് ഗയി. അങ്ങനെയാണ് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരുന്ന ആ ഒരു വീട്ടുജോലി ലക്ഷ്മിബായി തുകാറാം ജാംഡെ എന്ന എൻ്റെ അമ്മ വീണ്ടും തുടങ്ങിയത്. അമ്മ വീണ്ടും വീട് വീടാന്തരം ജോലിക്ക് പോകാൻ തുടങ്ങി. इसी बीच कभी कभी वासंती की उड़ती खबर आती है कि वो नासिक में है. അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാസന്തിക്ക് ഖബർ ആത്തി രഹിത്തി ഹെ. എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വാസന്തിയെക്കുറിച്ചുള്ള ന്യൂസും ഒക്കെ കിട്ടും. അഹമ്മദ് റിക്ഷാവാലയുടെ കൂടെ പോയി എന്നാണ് അറിഞ്ഞത് എങ്കിലും ഇടയ്ക്കൊക്കെ വാസന്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഞങ്ങളുടെ ചെവിയിലെത്തും. കി വോ നാസിക് മേ ഹെ, അവളിപ്പോൾ നാസിക്കിലുണ്ട് എന്നൊരു വാർത്ത ഞങ്ങൾക്ക് ഒരു സമയത്ത് കിട്ടി. നാസിക്കിലുണ്ടെന്ന് വാർത്ത കിട്ടി. ഏക് ബാർ ഖത് ഭി ആയാ കി ഉസ്കോ പൈസോं की ज़रूरत है. ഒരിക്കൽ അവളുടെ കത്ത് വന്നു, ഞങ്ങൾക്കൊരു കത്ത് വന്നു. കി ഉസെ പൈസോं की ज़रूरत है, അവൾക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഒരിക്കൽ കത്ത് വന്നത്. മേനെ യശ്വന്ത് കോ ഛൂട്ട് ബോല. അപ്പോൾ അവൾക്ക് പൈസ കൊടുക്കണം എന്ന്, ചേച്ചിയാണല്ലോ സക്കൂബ, അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ തന്നില്ലെങ്കിലോ എന്ന് കരുതി മേനെ യശ്വന്ത് സേ ഛൂട്ട് ബോല, ഞാൻ യശ്വന്തിനോടൊരു കളവ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കിമേ ഷിർദി ജാതി. ഇപ്പോൾ സായിബാബയെ കാണാൻ ഞാൻ ഷിർദിയിൽ പോവാണ്, എനിക്ക് ഷിർദിയിൽ പോകണം, കുച്ച് പൈസ ലേക്കർ വഹാങ്കി. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പൈസയുമായിട്ട് വഹാങ്കി അവളെ കാണാൻ വേണ്ടിയിട്ട്, വാസന്തിയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയി. തോ പതാ ചലാക്കി വാസന്തി കിസി ബംഗാളിക്ക് സാത്ത് കൽക്കട്ട ഭാഗി. അവിടെ ചെന്നപ്പോൾ എന്താ അവസ്ഥ? അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് വാസന്തി അവിടുന്ന് മറ്റൊരാളോടൊപ്പം കൽക്കത്ത ഭാഗി, ഒരു ബംഗാളിയായ ഒരാളോടൊപ്പം കൽക്കട്ടയിലേക്ക് ഓടിപ്പോയി എന്നാണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയ വാർത്ത. അപ്പോൾ അഹമ്മദിനെ അപേക്ഷിച്ചിട്ട് വാസന്തി ഇപ്പോൾ ഒരു ബംഗാളിയുടെ കൂടെ കൽക്കത്തയിൽ പോയി എന്നാണ് സക്കൂനെ അറിയാൻ കഴിഞ്ഞത്. ഫിർ കിസിനെ ബതായാ കി വോ യഹി ബംബൈ മേ ഹി ഹെ. പിന്നെ വേറെ ഒരാൾ പറഞ്ഞു അവള് എങ്ങും പോയിട്ടില്ല, അവള് ബംഗാളിയുടെ കൂടെ ഒന്നും പോയിട്ടില്ല, ഇവിടെ ബോംബെയിൽ തന്നെ ഉണ്ട് എന്ന് മറ്റൊരാൾ പറഞ്ഞു. ലേക്കിൻ മുझे വിശ്വാസ് नहीं हुआ कि अगर वो बम्बई में होती तो क्या वो मुझसे और आई से मिलने नहीं आती. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞങ്ങളുടെ അനിയത്തിയാണ്,
അനിയത്തി ഞങ്ങളുടെ തൊട്ടടുത്ത് മുംബൈയിൽ തന്നെ താമസമുണ്ടെങ്കിൽ അവൾ ഒരിക്കലെങ്കിലും ഞങ്ങളെ കാണാൻ വരും, അമ്മയെ കാണാൻ വരും, എന്നെ കാണാൻ വരും. പക്ഷെ അവൾ ഒരിക്കലും വന്നില്ലല്ലോ. അപ്പോൾ അവൾ മുംബൈയിലുണ്ടെന്ന് പറഞ്ഞത് കളവായിരിക്കും. അവൾ ശരിക്കും ഈ പറഞ്ഞ പോലെ കൽക്കത്തയിൽ എങ്ങാനും പോയിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. കാരണം അവൾക്കൊരിക്കലും ബൊംബെയിൽ തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മുझे विश्वास नहीं हुआ कि अगर वो बॉम्बे में होती तो അവൾ ബോംബെയിൽ തന്നെ ഉണ്ടെങ്കിൽ वो मुझसे और आई से मिलने क्यों नहीं आई, എന്നെയോ അമ്മയോ കാണാൻ എന്താ വരാതിരുന്നേ എന്ന് ചിന്തിച്ചപ്പോൾ അവളിവിടെ ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. एक दिन मैं रात को खाना बना रही थी. അങ്ങനെ ഒരു ദിവസം, ഇപ്പം വാസന്തിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ധാരണയൊന്നുമില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൽക്കത്തയിലാണെന്ന് ചിലർ പറയുന്നു, മുംബൈയിൽ തന്നെ ഉണ്ടെന്ന് ചിലർ പറയുന്നു, എന്താണെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം एक दिन मैं रात को खाना बना रही थी. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. खाना बना रही थी. ഈ യശ്വന്ത് സായിലി കോ പഠാ രഹാ था. അപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, യശ്വന്ത് സായിലി കോ പഠാ രഹാ था. യശ്വന്ത് ആണെങ്കിൽ മകളെ പഠിപ്പിക്കുകയാണ്. സായിലി യശ്വന്ത് കോ പഠാ രഹി थी. അതോ ഇനി അച്ഛനെ മകളാണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതൊന്നും എനിക്കറിയില്ല. മേരെ കോ മാലൂം നഹി, അതെനിക്കറിയില്ല. എന്നുവെച്ചാൽ അച്ഛൻ മകളെ പഠിപ്പിക്കുകയായിരുന്നോ മകൾ അച്ഛനെ പഠിപ്പിക്കുകയായിരുന്നോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവർ രണ്ടുപേരും ഒരുമിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ മുझे മാലൂം നഹി, അതെനിക്കറിയില്ല. ഞാൻ അടുക്കളയിലുമായിരുന്നു. ഖാന ബനാ രഹി थी, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. कि अचानक लाइट चली गई. അങ്ങനെ നിന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. ലൈറ്റ് ചലി ഗയി, കറണ്ട് പോയി. और एक हवलदार हमारे दरवाजे पर डंडा मारकर बोला. അപ്പോൾ ഒരു ഹവൽദാർ, ഒരു പോലീസുകാരൻ വന്നു. और हमारे दरवाजे पर डंडा मारा, ഞങ്ങളുടെ ഡോറിൽ വന്നിട്ട് ഡണ്ട മാര എന്ന് വെച്ചാൽ വടി കൊണ്ട്, കയ്യിലുള്ള ലാത്തി കൊണ്ട് ഇങ്ങനെ മാര അടിച്ചു, ഡോറിന് മുട്ടി. എന്താണ് യശ്വന്ത് ഖാക്ക്, യശ്വന്ത് ഖാക്ക് എന്ന് പറഞ്ഞിട്ട് ഡോറിൽ മുട്ടിക്കൊണ്ട് ഒരു പോലീസുകാരൻ വിളിക്കുന്നതായിട്ട് കേട്ടു. മേരാ ആദ്മി ഉഡ്കർ ബാഹർ ആ ഗയാ. അത് കേട്ടിട്ട് എൻ്റെ ആള്, മേരാ ആദ്മി, എൻ്റെ ഭർത്താവ്, ഉഡ്കർ ബാഹർ ആ ഗയാ, എഴുന്നേറ്റ് പുറത്തു ചെന്നു. പുലിസ്കോ ദേഖ് കർ, പോലീസിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാ സാഹബ്, എന്താ സാറേ എന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു. ഹാ സാഹബ്, എന്താണ് സർ എന്ന് ചോദിച്ചു. പുലിസ് വാലേനെ കഹാ, പോലീസുകാരൻ പറഞ്ഞു തേരി ഓരത് കാ നാം ശകുന്തള ഹേ. എന്താണ് ചോദിച്ചത് പോലീസുകാരൻ? നിങ്ങളുടെ ഭാര്യയുടെ പേര് ശകുന്തള എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സക്കുവിൻ്റെ ശരിക്കുള്ള പേര് ശകുന്തള എന്നാണല്ലോ. അപ്പോൾ ശകുന്തള എന്നാണോ നിങ്ങളുടെ പേര്? ഹാ സാബ് പർ ക്യാ ഹുവാ, അതെ സാർ അവളുടെ പേര് ശകുന്തള എന്നാണ്, എന്താണ് കാര്യം എന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു. മേ ഭി ഉസ്കെ പീछे ദർവാസെ പർ ഖടി ഹോ ഗയി. അപ്പോൾ പുറത്തെ സംഭവം ഒക്കെ കേട്ടിട്ട് ഞാനും പതുക്കെ വന്ന് ദർവാസെ പർ ഖടി ഹോ ഗയി, വാതിൽക്കൽ വന്ന് എന്താ സംഭവം എന്ന് ഞാനും വന്ന് നോക്കി. ഓ മുझे देखकर बोला. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു യേ ഹേ, ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. യേ ഹേ എന്ന് പോലീസുകാരൻ ചോദിച്ചു. ഇതാണോ എന്നെടുത്ത് ചോദിച്ചു. യേ ഹേ, ഇവരാണോ നിൻ്റെ ഭാര്യ എന്നെടുത്ത് ചോദിച്ചു. മേരാ ആദ്മി ബോല, എൻ്റെ ഭർത്താവ് പറഞ്ഞു ഹാ സാബ്, അതെ സർ, പർ ഹുവാ ക്യാ, അതെ സർ ഇതാണ് എൻ്റെ ഭാര്യ, പക്ഷേ എന്താണ് കാര്യം എന്ന് എൻ്റെ ഭർത്താവ് ചോദിച്ചു. ഹോനാ ക്യാ ഹേ, തും ലോഗ് സാലെ സുധർനെ വാലെ നഹി ക്യാ. അദ്ദേഹം പറഞ്ഞു എന്തുണ്ടാവാനാ, നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ലല്ലോ എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. സുധർണ എന്ന് പറഞ്ഞാൽ എന്താണ്, മെച്ചപ്പെടുക, നന്നാവുക എന്നാണ്. ഫിർ മുझसे बोला, എന്നിട്ട് എന്നോടായിട്ട് പറഞ്ഞു തേരി ബഹൻ കാ നാം വാസന്തി ഹേ. നിന്റെ അനിയത്തിയുടെ പേര് വാസന്തി എന്നാണോ എന്ന് എന്നെ നോക്കി ചോദിച്ചു. തേരി ബഹൻ കാ നാം വാസന്തി ഹേ, നിന്റെ അനിയത്തിയുടെ പേര് വാസന്തി എന്നാണോ? മെനെ കഹാ ഹാ സാഹബ് പർ ഹുവാ ക്യാ. ഞാൻ പറഞ്ഞു അതെ സർ, പക്ഷെ എന്താ കാര്യം, എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പുലിസ് വാല ബോല, പോലീസുകാരൻ പറഞ്ഞു तेरी बहन ने सुसाइड कर लिया है, आत्महत्या, उधर कमातीपुरा में धंधा करती थी. എന്താണ് വാസന്തിക്ക് സംഭവിച്ചത്, അതാണ് അവിടെ പറയുന്നത്. വാസന്തിക്കോ ആഖിർ ക്യാ ഹുവാ था, വാസന്തിക്കോ ആഖിർ ക്യാ ഹുവാ था. വാസന്തി സൂയിസൈഡ് കർ ലിയാ ഹെ, അവൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഉധർ കാമാത്തിപുരാമേം ധന്ദ കർത്തി थी. കാമാത്തിപുരയിൽ ധന്ദ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ഇപ്പോൾ കാമാത്തിപുര എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രോസ്റ്റിറ്റ്യൂഷന് എന്താണ് കുപ്രസിദ്ധി ആർജിച്ചൊരു സ്ഥലമാണ് കാമാത്തിപുര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ കാണാതെ പോകുന്ന പല പെൺകുട്ടികളെയും ആരെങ്കിലുമൊക്കെ ഇതേപോലെ അവിടെ കൊണ്ടുവന്ന് പെടുത്തി അവരുടെ ആ ഒരു എന്താ പറയുക വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഒരുപാടുണ്ടായിട്ടുണ്ട്.
കാമാത്തിപുര എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷന് കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യയിലെ ഒരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ അപ്പോൾ വാസന്തിയെ ആരോ ഈ വിളിച്ചുകൊണ്ട് പോയവരാരോ കൊണ്ടുവന്ന് അവിടെ പെടുത്തിയതാകാം. എന്തായാലും അവളിപ്പോൾ അവിടെ ധന്ദ കർത്തി തീ, അവളവിടെ ധന്ദ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. അപ്പോൾ അവളവിടെ എന്ത് ചെയ്യാണ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അപ്പോൾ ഇപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അപ്പോൾ മുംബൈയിലുണ്ടായിട്ടും ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് വാസന്തി അമ്മയെ ചേച്ചി ഒന്ന് കാണാൻ വരാതിരുന്നതിൻ്റെ മറുപടി കൂടിയാണത്. കാരണം അവൾ അവിടെ ജീവിച്ചത് നല്ല രീതിയിലായിരുന്നില്ല. അവളവിടെ കാമാത്തിപുരയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെയോ ചേച്ചിയോ കാണാൻ അവൾ ഒരിക്കലും അവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും ഇവരെ കാണാനായിട്ട് ചെല്ലാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചു? ഓ ആത്മഹത്യ കർലി ഹെ, അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഉസ്കെ ബക്സെ മേം സെ, ബക്സ എന്ന് പറഞ്ഞാൽ ബാഗാണ്, അവളുടെ സഞ്ചി, അവളുടെ ബാഗിൽ നിന്ന് ഉസ്കെ ബക്സെ മേ സെ എ പുരാന അഡ്രസ് മില, അവളുടെ ബാഗിൽ നിന്നാണ് നിങ്ങളുടെ ഈ പഴയ അഡ്രസ്സ് കിട്ടിയത്. 3 दिन से ढूंढ कर साला खोपड़ी फिर गया, പോലീസുകാരന് ദേഷ്യം ഇതുകൊണ്ടാണ്. എന്താണ്, 3 ദിവസമായിട്ട് ഇവരെ അന്വേഷിച്ച് അവിടെ എല്ലാം പുള്ളി കറങ്ങുകയായിരുന്നു, ഇവരുടെ ഈ അഡ്രസ്സ് തിരിച്ച്. ഖോപ്പടി ഫിർഗയ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞു പോവാന്നാണ്. തലതിരിഞ്ഞു പോകാന്ന് വെച്ചാൽ ദേഷ്യം വന്ന് എന്താ പറയുക, നമ്മൾ വട്ടായി പോയി അന്വേഷിച്ച് വട്ടായി പോകാന്ന് പറയില്ലേ, അതാണ്. പുള്ളിക്കാരൻ 3 ദിവസമായിട്ട് ഇവരുടെ അഡ്രസ്സും തപ്പി നടക്കുകയാണ് സക്കൂബായിയുടെ. അപ്പോൾ 3 ദിവസമായിട്ട് അന്വേഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് 3 दिन से ढूंढ कर साला ഖോപ്പടി ഫിർഗയ, ആകെ ഇയാൾ ആകെ വിഷമിച്ച് നടക്കുകയായിരുന്നു 3 ദിവസമായിട്ട് സക്കുനെ കുടുംബത്തെ അന്വേഷിച്ച്. എന്തിനാണ്? ഈ ആത്മഹത്യയുടെ കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടി. അവളുടെ ബാഗിൽ നിന്നാണല്ലോ ഇവരുടെ അഡ്രസ്സ് കിട്ടിയത്. അരേ ചലോ ചലോ ഉധർ കൂപ്പർ ആസ്പത്താൽ മേ മുസ്കി പെഹചാൻ കർലോ. അപ്പോൾ എന്തിനാണ് ഇവരെ തിരക്കി വന്നിരിക്കുന്നത്? ഈ ബോഡി, വസന്തിയുടെ ബോഡി കൂപ്പർ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ട്, മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവർ വന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരൻ വന്നത്. ഉനക്ക് പെഹചാൻ കർണ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ കൂടെ വരൂ, വന്ന് കൂപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. लावारिस लाश समझकर जला देंगे तो बाद में बोलोगे कि पुलिस ने हमारे साथ अन्याय किया. അപ്പോൾ ലാവാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉടയരില്ലാത്ത അല്ലെങ്കിൽ അവകാശികളില്ലാത്ത, അതിനെയാണ് ഈ ലാവാരിസ് എന്ന് പറയുന്നത്. ലാവാരിസ് ലാഷ് സമച്ചുകർ എന്ന് വെച്ചാൽ അവകാശികളില്ലാത്ത ശവം ആണെന്ന് കരുതി. ലാഷ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, അവകാശികളില്ലാത്ത ബോഡിയാണെന്ന് കരുതി ഇനി ഞങ്ങളെങ്ങാനും ജലാദേങ്കേത്തോ, ഞങ്ങളെങ്ങാനും ബോഡി കൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ, ജലാദേങ്കേത്തോ ബാദ്മേം ബോലോകെ, നിങ്ങൾ പിന്നീട് പറയും कि पुलिस ने हमारे साथ अन्याय किया, പോലീസുകാർ ഞങ്ങളോട് അന്യായം ചെയ്തു, ഞങ്ങളെ ബോഡി തിരിച്ചറിയിക്കാനൊന്നും വിളിച്ചില്ല, ഞങ്ങളെ ബോഡി കാണിച്ചില്ല, ഞങ്ങൾക്ക് ബോഡി തന്നില്ല എന്നൊക്കെ നിങ്ങൾ പിന്നീട് പരാതി പറയും. അതുകൊണ്ടാണ് തിരക്കി പിടിച്ച് കഷ്ടപ്പെട്ട് വന്ന ആ ബോഡി വന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യൂ എന്നാണ് പോലീസുകാരൻ പറയുന്നത്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും, പോലീസിനെ ഹമാരെ സാത്ത് അന്യായിക്കുക, പോലീസ് ഞങ്ങളോട് അന്യായം കാണിച്ചു എന്ന് നാളെ പറഞ്ഞുകൊണ്ട് നടക്കും എന്ന് പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ആ 3 ദിവസമായിട്ട് വരെ അന്വേഷിച്ചിട്ടും കിട്ടാത്തതിൻ്റെ സകല ദേഷ്യവും കൂടിയാണ് ഈ പുള്ളി സംസാരിക്കുന്നത്. മേ അന്തർ ഗയി സ്റ്റൗ ബന്ദ് കിയ. അപ്പോൾ ആ സമയത്ത് അടുക്കളയിൽ സ്റ്റൗ ഓണാക്കി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ സക്കു. ഞാൻ അകത്ത് പോയി സ്റ്റൗ ഓഫാക്കി, അടുപ്പ് ഓഫാക്കി. ബാലോംബർ ഏസെ ഹി ഹാത്ത് ഫേര, മുടി കെട്ടി എന്ന് വരുത്തി, അതാണ് ഏസെ ഹാത്ത് ഫേര, കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഹാത്ത് ഫേര, കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് തലോടി, അല്ലെങ്കിൽ മുടി വെറുതെ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചതായിട്ട് വരുത്തി. थैलाउडाയ എൻ്റെ ബാഗ്, എൻ്റെ സഞ്ചി എടുത്തു. പഡോസ്കി മൗസിക്കോ ആവാസ് ദി, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു മൗസിയുണ്ട്, ഒരു അടുത്ത വീട്ടിലുള്ള ചേച്ചിയാണ്, ഒരു അമ്മായിയുണ്ട്, അവരെ വിളിച്ചു. അടുത്ത പരിചയക്കാരി അടുത്ത വീട്ടിലെ അവരെ വിളിച്ചു. സായിലിക്കോ ഉസ്കെ ഘർ പെ ബിട്ടായ, സായിലിയെ വിളിച്ച് അവരെ ഏൽപ്പിച്ചു. ഉസ്കെ ഘർ ബിട്ടായ, സായിലിയെ അവരുടെ വീട്ടിൽ ഏൽപ്പിച്ചു. और अपने आदमी को लेकर पुलिस स्टेशन चली गई. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ ചലി ഗई, ഞാൻ ഹസ്ബൻഡുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. जब मैं यशवंत को लेकर पुलिस स्टेशन पहुंची तो वहाँ के बड़े साहब ने हवलदार को डांटा. ഞാൻ യശ്വന്തുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ വലിയ സാറ്, വലിയ ഓഫീസർ, അപ്പോൾ എസ് ഐ ആകാം, ഈ ഹവൽദാറിനെ ഡാണ്ട വഴക്ക് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്ന പോലീസുകാരനെ വഴക്ക് പറഞ്ഞു. അവിടുത്തെ ബഡേ സാഹബ്, മുതിർന്ന ഓഫീസർ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ആ പുള്ളിക്കാരൻ എങ്ങനെയാണ്, അല്ലെ എസ് ഐയോ സി ഐയോ ആരെങ്കിലും ആയിരിക്കുമല്ലോ, മുതിർന്ന ഓഫീസർ എങ്ങനെയാണ് സംസാരിച്ചത് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ദാന്ത്
കുരൈദത്തെ ഹുയെ പുലിസിയ ലഹജേമേ. അപ്പോൾ പോലീസുകാരൻ്റെ ഭാവാദികളോടെ സക്കു അഭിനയിച്ച് കാണിക്കുകയാണ്. ഒരു പോലീസുകാരൻ നിൽക്കുന്ന പോലെയൊക്കെ നിന്ന് സക്കു അഭിനയിക്കുന്നു. എന്നിട്ട് പറയുന്നു ദാന്ത് കുരേദത്തെ. ദാന്ത് കുരേദിന എന്ന് പറഞ്ഞാൽ ദാന്ത് പല്ലിങ്ങനെ കുത്തിക്കൊണ്ട്, പല്ലൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് ഒരു പോലീസുകാരൻ്റെ ലഹജ, ആ ഒരു മാനറിസം ഒക്കെ അനുകരിച്ചുകൊണ്ട് സക്കു പറയാണ്. അപ്പോൾ ആ മുതിർന്ന സീനിയർ പോലീസുകാരൻ്റെ ഭാവം അഭിനയിക്കുന്നു. ഇസ്കി മാ കഹാ ഹേ, ഇസ്കി മാ കോ സാത്ത് നഹി ലായാ. ഇവളുടെ അമ്മ എവിടെ പോയി, ഇവരുടെ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് ആ ഹവൽദാറിനോട് ചോദിച്ചു. ഇസ്കി മാ കഹാ ഹേ, ഇവരെ വിളിച്ചുകൊണ്ട് വന്നത് എന്താ, ഇവരുടെ അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചു. ഇസ്കി മാക്കോ സാത്ത് നഹിലായ, ഇവരുടെ അമ്മയെ കൂടെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. ഹവൽദാർ ബോല. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന പോലീസുകാരൻ പറഞ്ഞു, साहब उसकी पेटी में जो एड्रेस मिला वहाँ पर गए तो वहाँ लोग बोले कि इधर से ये लोग बहुत पहले ही जा चुके हैं, ये नया वाला एड्रेस उनको पता नहीं था. साहब कैसे ढूंढते. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാരൻ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റേ പോലീസുകാരന്. സാഹബ് ഉസ്കി പെട്ടി മേ സെ ജോ അഡ്രസ് മിലാ ഥാ, അവളുടെ പെട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയ അഡ്രസ് ഇല്ലേ, വഹാം പർ ഗേ, ആ അഡ്രസ്സും എടുത്ത് അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ വഹാം കെ ലോഗ് പോലെ, അവിടെ ഉള്ളവർ പറഞ്ഞു കി ഇധർ സെ ലോഗ് ബഹുത് പെഹ്ലെ ഹി ജാ ചുക്കെ ഹെ, അവര് എന്ത് ചെയ്തു, അവിടുന്ന് മുന്നേ താമസം മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സക്കു ഒക്കെ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തെ അഡ്രസ്സാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സിലാണ് ഇവർ അന്വേഷിച്ച് പോലീസുകാർ ചെന്നത്. അപ്പോൾ അവിടെ പരിസരവാസികൾ പറഞ്ഞു ഇവർ നേരത്തെ താമസിച്ചിരുന്നു സക്കു ഒക്കെ അവിടെ, പക്ഷേ ഇപ്പോൾ അവർ ഇവിടുന്ന് മറ്റെവിടെയോ ആണ് താമസം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് നയാവാല അഡ്രസ് ഉൻകോ പത്താ നഹി താ, എന്നാൽ ആ പരിസരത്തുള്ള ആർക്കും പുതിയ അഡ്രസ്സ് അറിയത്തുമില്ലായിരുന്നു. നയാവാല അഡ്രസ് കിസിക്കോ പത്താ നഹി താ, പുതിയ അഡ്രസ്സ് ആർക്കും അറിയുകയുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അന്വേഷിച്ചിറങ്ങി. സാഹബ് കേസേ ഢൂണ്ട്തേ, എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ അന്വേഷിച്ചതെന്ന് അറിയാമോ. ഢൂണ്ട്ന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവരുടെ പുതിയ അഡ്രസ്സ് പോയി കണ്ടുപിടിച്ച് അന്വേഷിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ബഡേ സാഹബ് നെ മേരെ സെ പൂച്ചാ, അപ്പോൾ അവിടുത്തെ ആ ബഡേ സാഹബ് അല്ലെങ്കിൽ ആ സീനിയർ പോലീസുകാരൻ അല്ലെങ്കിൽ SI CI അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, എന്നോട് ചോദിച്ചു. മാ കഹാ ഹെ തേരി, നിങ്ങളുടെ അമ്മ എവിടെയാണ് എന്ന് എന്നോട് ചോദിച്ചു. മേ ബോലി ഉസ്കി ഘോലി മേരെ പാസ് ഹി ഹെ സാഹബ്, അവർ താമസിക്കുന്ന ഘോലി അല്ലെങ്കിൽ ആ ഒറ്റമുറി വീട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. സാഹബ് ബോലെ മാക്കോ ബതാക്കെ നഹി ആയി, എന്നിട്ട് നിങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് എന്നോട് ചോദിച്ചു. മാക്കോ ബതാക്കെ നഹി ആയി, അമ്മയോട് പറഞ്ഞിട്ടല്ലേ വന്നത്. മേ ബോലി, ഞാൻ പറഞ്ഞു. ക്യാ ബതാത്തി സാഹബ്, വോ സുൻതേ ഹി ബേഹോഷ് ഹോ ഗയി. എങ്ങനെ പറയാനാണ് സർ, ഞാൻ പറഞ്ഞു തുടങ്ങിയതും വോ ബേഹോഷ് ഹോ ഗയി, അവര് ബോധം കെട്ട് വീണു. അപ്പോൾ വസന്തി മരിച്ചു എന്ന് പറയാൻ ആഞ്ഞതും അമ്മ ബോധം കെട്ട് വീണു. കാര്യങ്ങൾ വിശദമായിട്ട് പറയാനോ അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ടുവരാനോ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല അമ്മ. അപ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ എന്താണെന്നാണ് ഈ പോലീസുകാരൻ ചോദിക്കുന്നത്. അപ്പോൾ സക്കു പറയുന്നത് എന്താണ്, അമ്മയോട് ഞാനിത് പറഞ്ഞു തുടങ്ങിയതും കേട്ടതും അമ്മ ബോധം കെട്ട് വീണു. ബെഹോഷ് ഹോ ഗയി, അമ്മ ബോധം കെട്ട് വീണു. അരേ ബെഹോഷ് ഹോ ഗയി മർത്തോ നഹി ഗയി. അപ്പോൾ പോലീസുകാരുടെ ആ റൂഡായ ലാംഗ്വേജ് ആണ് അവിടെ പറയുന്നത്. ബോധം കെട്ടതേ ഉള്ളോ, മരിച്ചില്ലേ എന്നാണ് ആ പോലീസുകാരൻ എന്നോട് തിരിച്ച് ചോദിച്ചത്. അമ്മ, നിങ്ങളുടെ അമ്മ ബോധം കെട്ടതേ ഉള്ളോ, മരിച്ചുപോയില്ലേ എന്ന് പരിഹാസ രൂപേണ അല്ലെങ്കിൽ ദേഷ്യഭാവത്തിൽ എന്നോട് ചോദിക്കുകയാണ് ആ പോലീസുകാരൻ ചെയ്തത്. സാഹബ് ബഹുത് ഗുസ്സാ ഹോ ഗേ और मेरी आदमी पर फटक गए. സാറ് ബഹുത് ഗുസ്സാ ഹോ ഗേ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. और मेरे आदमी पर फटक गए, എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മേലെ ചാടി വീണു. പിന്നീടുള്ള ദേഷ്യം മുഴുവൻ കാട്ടിയത് എൻ്റെ ഹസ്ബൻഡിനോടാണ്, യശ്വന്ത് ഘാക്കിനോടാണ് പിന്നീടുള്ള ദേഷ്യം മുഴുവനും കാണിച്ചത്. അപ്പോൾ സാഹബ് ബഹുത് ഗുസ്സാ ഹോ ഗേ, അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യരോട് ചില പോലീസുകാരുടെ ഒരു മനോഭാവം എന്താണ് എന്നുകൂടിയാണ് സക്കു അവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു പണമുള്ള ഒരാളാണ് ചെന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ചെന്നിരുന്നെങ്കിൽ ഈ മനോഭാവമായിരിക്കില്ല. പ്രത്യേകിച്ച് ഈ വാസന്തി അവിടെ പ്രോസ്റ്റിറ്റ്യൂഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു ദേഷ്യം അമർഷം ഒക്കെ ആ പുള്ളിയുടെ ഭാഷയിലുണ്ട്. പിന്നെ ഇങ്ങനെ ഇവർക്ക് അതിൻ്റെ പേരിൽ ഇവർ കടന്ന് ചുറ്റിത്തിരിയേണ്ടി വരുന്നു, 3 ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കേണ്ടി വന്നു, അതിൻ്റെ ഒരു ദേഷ്യം ഇവർക്കുണ്ട്. പിന്നെ പൊതുവേ ഈ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരോടുള്ള ഒരു അനിഷ്ടം, നീരസം, അങ്ങനെ ഉള്ള ഒരു ഭാവവും ഈ പുള്ളി ഇവരോട് കാണിച്ചു. അപ്പോൾ എല്ലാ പോലീസുകാരും അങ്ങനെയല്ലെങ്കിലും ചിലരെങ്കിലും അങ്ങനെ ഒരു മനോഭാവം സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിരുന്നു ആ കണ്ട പോലീസുകാരൻ. അപ്പോൾ ദേഷ്യം മുഴുവൻ എന്നോട് കാണിച്ചിട്ട് മേരെ ആദ്മി പർ ഫടകെ, എൻ്റെ ഭർത്താവിന് നേരെയായി പിന്നീട് പുള്ളിയുടെ ദേഷ്യം മുഴുവൻ. തൽക്കാലം നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.